ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗം. രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുവാനുള്ള മനസ്സുണ്ടാവണം. ഈശോ ഓർപ്പിക്കുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഒരുപാട് പേര് വരും, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുവാൻ, വാഗ്ദാനങ്ങൾ സമ്മാനിക്കുവാൻ. ഒന്നൊഴിയാതെ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവാചകന്മാരെ കടന്നു വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുതെന്നും മനസ്സ് മടിക്കാതെ ഈശോയിൽ വിശ്വസിക്കണമെന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രവചനങ്ങളൊക്കെ പൂർത്തിയാകുന്നത് പോലെയാണ് നമുക്ക് ഇന്ന് കാണുക. ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്, ആൾദൈവങ്ങളായി, വലിയ വാഗ്ദാനങ്ങളുമൊക്കെയായി. ടി വി തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പരസ്യമുണ്ട്. നിങ്ങളിത് വാങ്ങി അണിഞ്ഞാൽ സന്തോഷമുണ്ടാവും, നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ അനുഗ്രഹമുണ്ടാവും. ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സുമൊക്കെ പതറിപ്പോവാറുണ്ട്. ഒന്ന് വാങ്ങാനുള്ള ഒരു കൊതി, പൊതുധാരയെ പേടിച്ചുകൊണ്ട് മാത്രമാണ് പലരും ഇതിൻ്റെ പുറകെ പോകാത്തത്. അറിയാതെ പോയെങ്കിൽ കൂടെയും പുറത്തറിയരുതെന്ന് ആഗ്രഹം മനസ്സിലുണ്ടാവും. ദൈവം ഓർമ്മിപ്പിക്കുന്നു, സഹനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാത്തവനെ പോലെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ. അവിടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാമായിരിക്കാം. ദൈവത്തോട് കൂടെ നിന്ന് അനുഭവിക്കാൻ മനസ്സുണ്ടാകുമ്പോൾ നിനക്കത് അനുഗ്രഹമാണ്. ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ടാവാം, കുറ്റപ്പെടുത്തലുകളുണ്ടാവാം, ഏറ്റവും സ്നേഹിച്ചവർ പോലും നമ്മളെ നൊമ്പരപ്പെടുത്തി പോകുന്നുണ്ടാവാം. അവിടെ അസ്വസ്ഥമാകാതെ പിടിച്ചു നിൽക്കുക. ജീവിത ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ജോലി നഷ്ടമായവരുണ്ട്, ഒരുപാട് സാമ്പത്തിക ബാധ്യതയിലായിരിക്കുന്നവരുണ്ട്, ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, ശമ്പളം കിട്ടാത്തവർ, പഠന മേഖലയ്ക്ക് ബുദ്ധിമുട്ട്, ഒന്നൊഴിയാതെ സങ്കടത്തിലായിരിക്കുമ്പോൾ അസ്വസ്ഥമാകാതിരിക്കുക. ദൈവമെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മളെക്കുറിച്ചൊക്കെ ഒരു പദ്ധതിയുണ്ട്. എനിക്ക് എന്തുമാത്രം നന്മ കാണാൻ പറ്റുന്നുണ്ടെന്ന് ശ്രമിക്കാം. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സഹനങ്ങളും ഈ നൊമ്പറും എല്ലാം കടന്നു പോകും. അപ്പോൾ നമ്മൾ നന്മയിൽ ഓരോ മണിക്കൂറിനെ മാറ്റി വെച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാനുള്ള, അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യത്തിലാണ് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഓരോ സങ്കടത്തെയും അനുഗ്രഹമാക്കുന്നത് നിൻ്റെ മനസ്സിൻ്റെ ശക്തി തന്നെയാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ശക്തി തരണമേ, ഞങ്ങൾ തകർന്നു പോവുക, താന്നു പോകുമ്പോൾ കച്ചിത്തുരുമ്പായിട്ട് നിൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. എന്തുമാത്രം സങ്കടങ്ങളുണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും, നൊമ്പരങ്ങളുണ്ടായാലും, ഒറ്റപ്പെടലുണ്ടായാലും അവസാനം വരെ പിടിച്ചു നിൽക്കുവാനുള്ള നന്മയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ നിമിഷം, ഈ മണിക്കൂർ ദൈവത്തെങ്കിൽ നമ്മൾ തന്നെ കാഴ്ചവെക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.